ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. LDC എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഓരോ ജില്ലകളിലും ഏത് മാസം ഏത് ദിവസമാണ് നടക്കുന്നത് എന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സിലബസ് ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, നമുക്ക് ഒരു ഫൈനൽ ടച്ച് എന്ന രീതിയിൽ നമ്മളൊരു മോക്ക് ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷനിൽ. എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. 30 ദിവസത്തെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസാണ്. സോ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ എല്ലാവരും ഇതൊരു ടെസ്റ്റ് എന്ന രീതിയിലും, അതായത് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതൊരു റിവിഷൻ എന്ന രീതിയിലും ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമാകാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് ഇതിനകത്ത് എല്ലാ ലെവലുകൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ആപ്ലിക്കേഷനിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ തുകയൊന്നുമില്ല. 890 രൂപയാണ് 6 മാസത്തിന് വരുന്നത്. അതിൽ നിങ്ങൾക്ക് എല്ലാ ലെവലുകളും അൺലോക്ക് ആവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളുണ്ട്. ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, ന്യൂ പാറ്റേൺ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പരിശീലിക്കാനുള്ള മാർഗ്ഗമുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സ്റ്റഡി പ്ലാനുകൾ എല്ലാം നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, നമുക്കപ്പം LDCയുടെ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ രണ്ടാമത്തെ ഡേയിലെ ചോദ്യവണ്ടി 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. PSC നടത്തുന്ന അതേ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങൾ ഏത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി പ്ലാൻ ഏരിയയിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10th ലെവൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ചോദ്യവണ്ടി LDC മോക്ക് ടെസ്റ്റ് സീരീസ് 30 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡേ 2 സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഡേ 2ലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടിയിലായിട്ട് മോക്ക് ടെസ്റ്റ് എന്നുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വിസിബിൾ ആവുന്നതാണ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ ആൻസർ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസറും അതുപോലെ തന്നെ എക്സ്പ്ലനേഷനും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ചില പ്രധാന സംഭവങ്ങളും അവയുടെ വർഷങ്ങളും നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ യോജിപ്പിക്കുക. ഒന്നാമത്തേത് കുളച്ചൽ യുദ്ധം 1753 എന്ന് പറയുന്നു. 2 തൃപ്പടിദാനം 1746, 3 പുറക്കാട് യുദ്ധം 1750, 4 മാവേലിക്കര ഉടമ്പടി 1741. ശരിയായ രീതിയിൽ മാച്ച് ചെയ്യാനാണ്. കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1741 അല്ലേ? സോ ഒന്നാമത്തെ ഓപ്ഷൻ ഏതായിരിക്കും? ഡി ആണ് വരുന്നത്. 2 തൃപ്പടിദാനം ഏത് വർഷമാണ്? 1750. സോ രണ്ടാമത്തത് സി ആയിരിക്കും. 3 പുറക്കാട് യുദ്ധം ഏത് വർഷമാണ്? 1746 അല്ലേ? സോ മൂന്നാമത്തത് ബി ആയിരിക്കും. 1 ഡി, 2 സി, 3 ബി, അപ്പം 4 മാവേലിക്കര ഉടമ്പടി 1753. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? 1 ഡി, 2 സി, 3 ബി, 4 എ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തത് കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരാണ്? KM സീതി സാഹിബ്, 2 റോസമ്മ പുന്നൂസ്, ഓപ്ഷൻ സി പറയുന്നു KO ഐഷാബായ്, 4 ആർ ശങ്കരനാരായണൻ തമ്പി. ആരാണ് കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ? ആരാണ്? ആർ ശങ്കരനാരായണൻ തമ്പിയാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിൻകിനേൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഏത് ഗവർണർ ജനറലാണ്? കോൺവാലിസ് പ്രഭു, ഡെൽഹൌസി പ്രഭു, വാറൻ ഹേസ്റ്റിങ്സ്, ജോൺ ഷോർ. ആരാണ് കിൻകിനൈൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, മൈസൂരിൻ്റെ പേര് കർണാടക എന്ന് മാറ്റിയത് 1983 നവംബർ 1 എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം വിഭജിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ബോംബെ. 3 കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമ്പോൾ കാശ്മീരിലെ രാജാവ് രാജാ ഹരിസിംഗ് ആയിരുന്നു. 4 ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായിരിക്കും? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. മൈസൂരിൻ്റെ പേര് കർണാടക എന്ന് മാറ്റിയത് 1983 നവംബർ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണോ? അല്ല അല്ലേ? 1983 അല്ല, 73 നവംബർ 1 മൈസൂരിൻ്റെ പേര് കർണാടക എന്ന് മാറ്റിയിട്ടുള്ളത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആയിട്ടുള്ളതാണ്. 2 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം വിഭജിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ബോംബെ. അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമ്പോൾ കാശ്മീരിലെ രാജാവ് രാജാ ഹരിസിംഗ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ
സി ആണ് 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവന പറയുന്നത്. അടുത്ത ചോദ്യം, റോസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ എന്നിവർ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം, ബി അമേരിക്കൻ വിപ്ലവം, സി ചൈനീസ് വിപ്ലവം, ഡി റഷ്യൻ വിപ്ലവം. റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലേ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയാണ് അയിരൂർ പുഴ. അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന, ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ് എന്ന് പറയുന്നു. 3, പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം പർവ്വതത്തിലെ ശിവഗിരി മലയിലാണ്. അതുപോലെ ചന്ദ്രഗിരി പുഴയുടെ നീളം 105 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിരൂർ പുഴയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്റർ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും അപ്പോൾ ശരിയാണ്. 3, പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലനിരയിൽ നിന്ന് തന്നെയാണ്. അടുത്തത് ചന്ദ്രഗിരി പുഴയുടെ നീളം എത്രയാണ്? 105 കിലോമീറ്റർ ആണ്. സോ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ് അല്ലേ. സോ ഇവയെല്ലാം ഓക്കെ അല്ലേ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉള്ളുങ്കൽ, കൂത്തുങ്കൽ, മണിയാർ, മീൻവല്ലം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. മണിയാർ, പത്തനംതിട്ട. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? സെക്കൻഡ് സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. മധ്യപ്രദേശ്, മിസോറാം, അരുണാചൽ പ്രദേശ്, മഹാരാഷ്ട്ര. രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ് ആണ് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം, ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാം? രാജ്ഗീർ വന്യജീവി സങ്കേതം, ഗൗതമ ബുദ്ധ വന്യജീവി സങ്കേതം, കൈമൂർ വന്യജീവി സങ്കേതം, അജനാക്മാർ വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 2, 3, 4 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. രാജ്ഗീർ, അതുപോലെ ഗൗതമ ബുദ്ധ, കൈമൂർ ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിൽ തന്നെയാണ്. പക്ഷേ അജനാക്മാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് കേട്ടോ. സോ ആൻസർ ഏതായിരിക്കും? 1, 2, 3 റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ എ ആണ് ശരി. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? പാറ്റഗോണിയ, ബി പറയുന്ന കാർക്രോസ്, സി നെഗേവ്, ഡി സൊനോരൻ. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ചോദ്യം. ഏതാണ്? പാറ്റഗോണിയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, പി, ക്യു എന്നുള്ളത്. അതിൽ ഏതാണ് ശരി അല്ലെങ്കിൽ തെറ്റുള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ്. സോ ഫസ്റ്റ് വൺ, ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ ആകെ തുകയായ GDP-യോട് ഡിപ്രീസിയേഷൻ അഥവാ മൂല്യശോഷണം കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയാണ് NDP, അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തേത് NDP, അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നത് എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ GDP-യേക്കാൾ കൂടുതലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 2 പ്രസ്താവനകളും ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നാണ്. ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ ആകെ തുകയായ GDP-യോട് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ മൂല്യശോഷണം കൂട്ടുമ്പോൾ കിട്ടുന്നതാണോ NDP? അല്ല അല്ലേ. അതായത് ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ ആകെ തുകയായ GDP-യിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് എന്തെന്ന് പറയുന്നത്? NDP എന്ന് പറയുന്നത്, അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ പി എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആയിട്ടുള്ളതാണ്. അടുത്തതോ, NDP എന്നത് എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ GDP-യേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കൂടുതലാണോ? അല്ല അല്ലേ. NDP എന്നത് എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ GDP-യേക്കാൾ കുറവായിരിക്കും. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? റോങ് ആയിട്ടുള്ളതാണ്. അപ്പം പിയും ക്യൂവും എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം, പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന വാർഷിക പദ്ധതികൾ നിലനിന്നിരുന്ന കാലയളവ് ഏതാണെന്നാണ്. 1966 മുതൽ 1969 വരെ. രണ്ടാമത്തെ ഓപ്ഷൻ 1980 ടു 1982. മൂന്നാമത്തെ ഓപ്ഷൻ 1978 ടു 1980. 4, 1966 ടു 1970. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന വാർഷിക പദ്ധതി നിലനിന്നിരുന്ന കാലയളവ് ഏത് വർഷമാണ്? 1966 മുതൽ 69 വരെയാണ് അല്ലേ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ബ്രാൻഡിംഗ് ഇന്ത്യ എന്ന കൃതി രചിച്ച മുൻ നീതി ആയോഗ് CEO ആരാണെന്നാണ്. സിന്ധുശ്രീ ഗുള്ളർ, അമിതാഭ് കാന്ത്, രാജീവ് കുമാർ, BVR സുബ്രഹ്മണ്യം. ആരാണ്? ബ്രാൻഡിംഗ് ഇന്ത്യ എന്ന കൃതി രചിച്ച മുൻ നീതി ആയോഗ് CEO ആരാണ്? അമിതാഭ് കാന്ത് ആണ്.
റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ലോകബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാഷിങ്ടൺ DC, ജനീവ, ന്യൂയോർക്ക്, ആംസ്റ്റർഡാം. എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോകബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ DC ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. 2, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ ആണ്. 3, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. ഓപ്ഷൻ A 1, 2, ഓപ്ഷൻ B 1, 3, ഓപ്ഷൻ C 2, 3 ആൻഡ് ഓപ്ഷൻ D ഇവയെല്ലാം. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് വിലയിരുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ ആണ്. പിന്നെ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. സോ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവയെല്ലാം ശരിയാണ് അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയെ ഒറ്റകക്ഷി രാജ്യത്തിലെ ഒറ്റ സംഘടന എന്ന് വിമർശിച്ചത് ആരാണെന്നാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ, വിൻസ്റ്റൺ ചർച്ചിൽ, വിസ്കൗണ്ട് സൈമൺ, അരിസ്റ്റോട്ടിൽ. ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ഒറ്റകക്ഷി രാജ്യത്തിലെ ഒറ്റയ്ക്ക് സംഘടന എന്ന് വിമർശിച്ചത്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നിയമനിർമ്മാണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തേത്, ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 2, രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. 3, പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കോടതി ഇടപെടാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 122 എന്ന് പറഞ്ഞിട്ടുണ്ട്. 4, സൻസദ് ഭവൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പാർലമെൻ്റ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഈ പ്രസ്താവനകളൊക്കെ ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഏത് പേരിലാണ്? പാർലമെൻറ്റ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കോടതി ഇടപെടാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 122 തന്നെയാണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സൻസദ് ഭവൻ എന്നറിയപ്പെടുന്നതാണ് എന്ത്? ഇന്ത്യൻ പാർലമെൻറ്റ്. സോ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും റൈറ്റ് ആയിട്ടുള്ളതാണ്. അപ്പം 1, 2, 3, 4 എന്താണ്? ശരിയാണ് അല്ലേ? സോ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത്, ആമുഖം 2 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976 ആണ് എന്ന് പറയുന്നു. 3, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ A 1, 2, ഓപ്ഷൻ B 2, 3, ഓപ്ഷൻ C 3, ഓപ്ഷൻ D 2. ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒറ്റ തവണയാണ് അല്ലേ? അപ്പം ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976 തന്നെയാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 3, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പം 1 ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പം 2ഉം 3ഉം എന്താണ്? റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ആമുഖം ഒറ്റ തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, ഗുജറാത്ത്. ഏത് സംസ്ഥാനത്താണ് ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്? രാജസ്ഥാനാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 86ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 2003, 2002, 2000, 2004. എപ്പോഴും എക്സാമിന് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 86ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ഏതാണ്? 2002 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ ആരാണ്? ചീഫ് സെക്രട്ടറി, രാഷ്ട്രപതി, മുഖ്യമന്ത്രി, ഗവർണർ. ആരാണ് സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ? ആരാണ്? ചീഫ് സെക്രട്ടറി ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 244K, അനുച്ഛേദം 245P, അനുച്ഛേദം 243I, അതുപോലെ അനുച്ഛേദം 260I എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 243I ആണ്. ക്ലിയർ അല്ലേ? അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി 1968 രൂപീകരിച്ച സ്ഥാപനം. അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി 1968 രൂപീകരിച്ച സ്ഥാപനമാണ്. ഓപ്ഷൻ A ഹാൻടെക്സ്, ഓപ്ഷൻ B MSM വികസന ഇൻസ്റ്റിറ്റ്യൂട്ട്,
ഓപ്ഷൻ സി പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഹാൻഡ് വീവ്. ഏതാണ്? ഹാൻഡ് വീവ് ആണ് റൈറ്റ് ആൻസർ. അപ്പം ഹാൻഡ് ടെക്സും ഹാൻഡ് വീവും ഒന്നും മാറിപ്പോവരുത്. അടുത്ത ചോദ്യം, ദേശീയ ദുരന്ത നിവാരണ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തേത്, ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇന്ത്യയിലെ ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികളാണ് ഉള്ളത് എന്ന് പറയുന്നു. 2, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയാണ് ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3, ദുരന്ത നിവാരണ അതോറിറ്റികളെല്ലാം സ്വയം ഭരണ അധികാരമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ പ്രസ്താവന, 2005 ഡിസംബർ 25-നാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിലെ പ്രസ്താവനകൾ കൃത്യമായിട്ട് വായിക്കുക. ഏത് പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 1, 2, 4, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 3, 4 ആൻഡ് ഓപ്ഷൻ ഡി 1, 2, 3. ഏതൊക്കെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? കൃത്യമായിട്ട് വായിച്ച് നോക്കണം. ഓപ്ഷൻ ഡി ആണ് 1, 2, 3 ശരിയായിട്ടുള്ളത്. 2005 ഡിസംബർ 25-നാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2005 ഡിസംബർ 23-നാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത്. സോ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് വായിച്ചിട്ട് പോകണം. ഞാൻ പെട്ടെന്ന് പറയുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് അധ്യക്ഷൻ. 2, സംസ്ഥാന റവന്യൂ സെക്രട്ടറിയാണ് ഉപാധ്യക്ഷൻ. 3, 2015 മെയ് 25-ന് നിലവിൽ വന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 3, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 2 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതൊക്കെയാണ്? സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രസിഡന്റ് അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2, സംസ്ഥാന റവന്യൂ സെക്രട്ടറിയാണ് ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? സംസ്ഥാന ചീഫ് സെക്രട്ടറി ആണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. ക്ലിയർ ആയോ? സോ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പം എന്തായിരിക്കും? റോങ് ആണ്. 3, 2015 മെയ് 25-നാണ് നിലവിൽ വന്നതെന്ന് പറയുന്നു. ആ ഒരു പ്രസ്താവനയും ശരിയാണ്. സോ നമ്മളുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. 1, 3 റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ, റോബർട്ട് ഹുക്ക്, MJ സ്ലീഡൻ, റുഡോൾഫ് വിർഷോ. ആരാണ്? കോശം കണ്ടുപിടിച്ച ആൾ തന്നെയാണ് ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത്. ആരാണ്? റോബർട്ട് ഹുക്കാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ കണ്ണുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ആ ഒരു പ്രസ്താവന ശരിയാണോ? ചോദ്യം വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ചെയ്തു പോവുക. 2ാമത്തേത്, ഐറിസ് മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. 3, സീലിയറി പേശികൾ അവയുടെ ഫങ്ഷൻസ് ആണ്. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു. 4, പീതബിന്ദു റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ കണ്ണുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കാം. 1, 3, 2, 4, 3 മാത്രം, 4 മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസ്താവനകൾ അതായത് ജോഡികളൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കാം. ഇവിടെ നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് സ്റ്റേറ്റ്മെന്റ് വരുന്നത് പീതബിന്ദു ആണ്. റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. പീതബിന്ദു ഏതാണ്? റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗത്തിന് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അന്ധബിന്ദു ആണ് അല്ലേ? സോ പീതബിന്ദു അല്ല, റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് എന്ത്? അന്ധബിന്ദു ആണ്. സോ നമ്മൾക്ക് ഇവിടെ 4ാമത്തെ ഓപ്ഷനാണ് റോങ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, കോശങ്ങളിൽ വെച്ച് ദഹിച്ച ആഹാരം ഓക്സിജനുമായി ചേർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? ഓപ്ഷൻ എ കോശശ്വസനം, ബി പ്രത്യുൽപാദനം, സി ദഹനം, രക്തചംക്രമണം. കോശങ്ങളിൽ വെച്ച് ദഹിച്ച ആഹാരം ഓക്സിജനുമായി ചേർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? കോശശ്വസനം എന്നാണ്. അടുത്ത ചോദ്യം, വിശപ്പിന്റെ രോഗം, പട്ടിണി രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ, മരാസ്മസ്, സ്കർവി, പെർനീഷ്യസ് അനീമിയ. വിശപ്പിന്റെ രോഗം അല്ലെങ്കിൽ പട്ടിണി രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? മരാസ്മസ് ആണ് അല്ലേ?
പ്രോട്ടീനിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് മരാസ്മസ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1, സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. 2, വിയർ ആൻഡ് ടിയർ എന്നറിയപ്പെടുന്ന രോഗമാണ് ആർത്രൈറ്റിസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 2 പ്രസ്താവനയും ശരിയാണോ തെറ്റാണോ എന്നാണ്. 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ ബി 1 തെറ്റ് 2 ശരി, 1ഉം 2ഉം ശരി എന്ന് പറയുന്നു ഓപ്ഷൻ സി. ആൻഡ് ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ആർത്രൈറ്റിസ്. അതുപോലെ തന്നെ വിയർ ആൻഡ് ടിയർ എന്നറിയപ്പെടുന്ന രോഗം എന്താണ്? ആർത്രൈറ്റിസ് ആണ്. അപ്പം 1ഉം 2ഉം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റൂദർഫോർഡ്, ഐൻസ്റ്റീൻ, റോബർട്ട് ബോയിൽ, H.J. ബാബ. ആരാണ്? ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഐൻസ്റ്റീൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. താപനില അളക്കാനുള്ള ഏകകം ഏതാണ്? കലോറി, ജൂൾ, സെൽഷ്യസ്. ഇതൊന്നുമല്ല. താപനില അളക്കാനുള്ള ഏകകമാണ് സെൽഷ്യസ് അല്ലേ? സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം പ്രതല ബലം, ജഡത്വം, പ്ലവക്ഷമ ബലം, ഘർഷണ ബലം. ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏതാണ്? ഘർഷണ ബലമാണ് അല്ലേ? അടുത്ത ചോദ്യം, ISROയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ISRO രൂപം കൊണ്ടത് 1969 ഓഗസ്റ്റ് 19 എന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ്. 3, ISROയുടെ പൂർണ്ണ രൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. അടുത്തത് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1972 ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായത്. ISROയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. ISRO രൂപം കൊണ്ടത് 1969 ഓഗസ്റ്റ് 19 ഓഗസ്റ്റ് 15. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. രണ്ടാമത്തേത്, ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. അതുപോലെ തന്നെ 3ഉം 4ഉം ഒക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നിങ്ങൾ ഓരോ പ്രസ്താവന വായിക്കുമ്പോഴും അത് മനസ്സിരുത്തി ആലോചിച്ച് കണ്ടുപിടിക്കുക ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേഗം ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. സോ ആൻസർ ഏതാണ്? 2ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ISRO രൂപം കൊണ്ടത് എപ്പോഴാണ്? 1969 ഓഗസ്റ്റ് 15 കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ആറ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 2, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. 3, ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് രൂപം കൊണ്ടത്. 4, വിഭജിക്കാൻ കഴിയുന്നത് എന്നാണ് ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം, ഓപ്ഷൻ ബി 1, 3, 4, ഓപ്ഷൻ സി 2, 3, 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം. വിഭജിക്കാൻ കഴിയുന്നത് എന്നാണോ ആറ്റമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. നമുക്ക് ആൻസർ വരുന്നത് 1ഉം 2ഉം 3ഉമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയ, ഹെൻറി കാവൻഡിഷ്, ജോസഫ് പ്രീസ്റ്റ്ലി, ഡാനിയൽ റൂദർഫോർഡ്. ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ് ആണ്. ഏറ്റവും ക്രിയാശീലമുള്ള ആസിഡ് ഏതാണ്? പെർക്ലോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഏറ്റവും ക്രിയാശീലമുള്ള ആസിഡ് ഏതാണ്? പെർക്ലോറിക് ആസിഡ് ആണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ശ്രീകൃഷ്ണ കഥ സമ്പൂർണ്ണമായി ആവിഷ്കരിച്ചിട്ടുള്ള നൃത്ത രൂപം ഏതാണ്? ഓപ്ഷൻ എ കൂടിയാട്ടം, ബി കൃഷ്ണനാട്ടം, സി ബയലാട്ടം ആൻഡ് ഡി തിടമ്പു നൃത്തം. ശ്രീകൃഷ്ണ കഥ സമ്പൂർണ്ണമായി ആവിഷ്കരിച്ചിട്ടുള്ള നൃത്ത രൂപം ഏതാണ്? കൃഷ്ണനാട്ടമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ശരിയായ ദേശീയ കായിക വിനോദം കണ്ടെത്തി പൂരിപ്പിക്കുക. കാനഡ ഐസ് ഹോക്കി. ഇന്തോനേഷ്യൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ്? വോളിബോൾ, ബേസ്ബോൾ, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ. ഇന്തോനേഷ്യയുടേത് ബാഡ്മിൻ്റൺ ആണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്. ഏതാണ്? കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ആൻസർ വരുന്നത് ഏതാണ്? തിരുവനന്തപുരമാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി, പൊയ്കൽ യോഹന്നാൻ, അയ്യങ്കാളി, AK ഗോപാലൻ. വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ് റൈറ്റ് ആൻസർ. ചില ഇൻപുട്ട് ഉപകരണങ്ങളും അവയുടെ സവിശേഷതകളും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക.
ഒന്നാമത്തത് കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റ് ഉപകരണമാണ് ട്രാക്ക് ബോൾ. 2 സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേനയുടെ ആകൃതിയിലുള്ള ഇൻപുട്ട് ഉപകരണമാണ് ലൈറ്റ് പെൻ. 3 ബാർകോഡുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ബാർകോഡ് റീഡർ. 4 ഡാറ്റയെയും ചിത്രങ്ങളെയും ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ. ഇങ്ങനെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഈ പ്രസ്താവനകളെല്ലാം ചില ഇൻപുട്ട് ഉപകരണങ്ങളും അവയുടെ സവിശേഷതകളും കൊടുത്തിട്ടുള്ളതാണ്. അതിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വായിച്ച് നോക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും റൈറ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് പോസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്നാണ്. 1 റെയിൽവേ, 2 ബാങ്കിങ്, 3 ഇൻ്റർനെറ്റ്, 4 ATM ഫെസിലിറ്റി, 5 ടെലിഫോൺ ലൈൻ, 6 സാറ്റലൈറ്റ് ലിങ്ക്. വാൻ ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നവയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2, 3, 4, ഓപ്ഷൻ ബി 1, 2, 3, 5, 6, ഓപ്ഷൻ സി 1, 2, 4, 6 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓക്കെ അല്ലേ? ചുവടെ തന്നിരിക്കുന്നതിൽ വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഉൾപ്പെടുന്നവയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സൈബർ നിയമവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അവ പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. IT ആക്ട് 2000 നിലവിൽ വരുമ്പോൾ 13 ചാപ്റ്റേഴ്സ്, 94 ഭാഗങ്ങൾ, 4 പട്ടികകൾ എന്നിവ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന, IT ആക്ട് 2000 ഭേദഗതി ചെയ്തതിനു ശേഷം നിലവിൽ വന്നപ്പോൾ 14 ചാപ്റ്റേഴ്സ്, 124 ഭാഗങ്ങൾ, 6 പട്ടികകൾ എന്നിവ നിലവിലുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2 ശരി, ഓപ്ഷൻ ബി 1, 2 തെറ്റ് എന്ന് പറയുന്നു, ഓപ്ഷൻ സി 1 ശരി 2 തെറ്റ്, ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി. ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി ആണ്. 1 ശരി 2 തെറ്റ് ആണ്. കാരണം എന്താണ്? IT ആക്ട് 2000 ഭേദഗതി ചെയ്തതിന് ശേഷം നിലവിൽ വരുമ്പോൾ 14 ചാപ്റ്റേഴ്സും 124 ഭാഗങ്ങളും 2 പട്ടികകളാണ് നിലവിലുണ്ടായിരുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഗവൺമെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നു. 2 ഇന്ത്യൻ പാർലമെന്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15 എന്ന് പറയുന്നു. മൂന്നാമത്തെ പ്രസ്താവന, വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നത് 2006 ഒക്ടോബർ 12 പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, ബി 1, 3, സി 2, 3 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ളതാണ്. 3 എന്താണ്? വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2005 തന്നെയാണ്, ഒക്ടോബർ 12 2006 അല്ല. സോ ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തത്, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേത്, 20 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. 2 ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു. 3 പ്രസിഡന്റും 2 അംഗങ്ങളും അടങ്ങുന്നു. 4 1 അംഗമെങ്കിലും വനിത ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 3, 4 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 20 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ? അല്ല അല്ലേ? 50 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ പറഞ്ഞിട്ടുള്ള പരിഹാര ഫോറത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് 50 ലക്ഷം രൂപ വരെയാണ്. ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പ്രസിഡന്റ് 2 അംഗങ്ങളുമാണ്. അതുപോലെ 1 അംഗമെങ്കിലും വനിതയായിരിക്കണം. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2003 89ാമത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ രൂപീകരിച്ചത്. 2 ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004 എന്ന് പറയുന്നു. 3 ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിൽ ഉള്ളത്. ഓക്കെ, ഇതിൽ
ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 1, 3 ആൻഡ് ഓപ്ഷൻ ഡി 2, 3. ഏതായിരിക്കും? 3 പ്രസ്താവനകളും ശരിയാണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 2012 ജൂൺ 19 പോക്സോ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2012 ജൂൺ 19 പറയുന്നു. രണ്ടാമത്തത് 2012 നവംബർ 14 പോക്സോ നിയമം 2012 നിലവിൽ വന്നു എന്ന് പറയുന്നു. 3 പോക്സോ നിയമം ആദ്യമായി ഭേദഗതി ചെയ്തത് 2016 എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ നോക്കാം. 1, 2, 3 ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി 1, 2, 3 തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി 1, 2 ശരി 3 തെറ്റ്. ഓപ്ഷൻ ഡി 1, 3 ശരി 2 തെറ്റ്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. 1, 2 ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. പോക്സോ നിയമം ആദ്യമായി ഭേദഗതി ചെയ്തത് 2019. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ബാലവേല നിരോധന നിയമം പാസാക്കിയത് 1986. രണ്ടാമത്തത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിൻ്റെ പ്രഥമ അധ്യക്ഷ ശാന്ത സിൻഹയാണ്. 3 നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിൻ്റെ നിലവിലെ അധ്യക്ഷൻ പ്രിയങ്ക് കനുങ്കോ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് കണ്ടുപിടിക്കാൻ. ഇവയെല്ലാം ശരിയാണ്, ഇവയെല്ലാം തെറ്റാണ്. ഓപ്ഷൻ സി 1, 2 ശരി 3 തെറ്റ്. ഓപ്ഷൻ ഡി 1, 3 ശരി 2 തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസ്താവനകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് 3 പ്രസ്താവനയും ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? രാജ്യത്തെ ആദ്യ ഉരുക്കുകൊണ്ടുള്ള റോഡ് നിർമ്മിതമായത് എവിടെയാണെന്നാണ്. ഓപ്ഷൻ എ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര. എവിടെയാണ്? ഓപ്ഷൻ എ ഗുജറാത്തിലെ സൂറത്തിലാണ് നിർമ്മിതമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഉരുക്ക് നിർമ്മാണശാലകളിൽ അവശിഷ്ടമായിട്ടുള്ള സ്റ്റീൽ സ്ലഗ് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ റോഡാണ്. സോ ആദ്യ ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിതമായത് ഗുജറാത്ത്. ക്ലിയർ അല്ലേ? 2022 ജൂണിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നോവേഷൻ ക്യാമ്പസ് ടി ഹബ്ബ് 2.0 നിലവിൽ വന്ന നഗരം എവിടെയാണ്? ഹൈദരാബാദ്, പൂനെ, മുംബൈ, ബാംഗ്ലൂരു. എവിടെയാണ്? ഹൈദരാബാദാണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, 2022 ഓഗസ്റ്റിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്. 2022 റിപ്പോർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും അത് കറണ്ട് അഫെയർ ആയിട്ട് നമുക്ക് കൂട്ടാം. എപ്പോഴും ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക തന്നെയാണ്. രണ്ടാമത്തെ സ്ഥാനം കേരളം, 3 തമിഴ്നാടുമാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ റൈറ്റ് ആൻസർ വരുന്നത് കർണാടകയാണ്. കുട്ടികൾക്ക് സഹായം ഉറപ്പാക്കുന്ന പുതിയ ചൈൽഡ് ലൈൻ നമ്പർ 111, 110, 112, 101. ഏതാണ്? 112 റൈറ്റ് ആൻസർ വരുന്നത്. കേരളത്തിലെ ആദ്യ നഗര സാമൂഹിക ആരോഗ്യ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തേവര, പാലിശ്ശേരി, മുടക്കുഴ, തിരുവാങ്കുളം. എവിടെയാണ്? ആദ്യ നഗര സാമൂഹിക ആരോഗ്യ കേന്ദ്രം നിലവിൽ വന്നത് തേവരയാണ്. തേവര എറണാകുളത്താണ്. ക്ലിയർ അല്ലേ? UN സ്ത്രീകൾക്കെതിരായ അതിക്രമ ഉന്മൂലന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 19, നവംബർ 21, നവംബർ 25, നവംബർ 23. UN സ്ത്രീകൾക്കെതിരായ അതിക്രമ ഉന്മൂലന ദിനമായി ആചരിക്കുന്നത് നവംബർ 25. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്ന ജില്ല? എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സാങ്കേതിക മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പാർക്കും കൂടിയാണ് തിരുവനന്തപുരത്ത് നിലവിൽ വരുന്നത്. 2022 ഡിസംബർ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണെന്നാണ്? ഹരിയാന, കേരളം, ഒഡീഷ, തെലങ്കാന. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഏറ്റവും തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഹരിയാനയും ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഒഡീഷയുമാണ്. അതുപോലെ തന്നെ സ്കിൽ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ചിട്ട് തൊഴിൽ ക്ഷമതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശുമാണ്. സോ നമ്മളുടെ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഹരിയാന. ഓക്കെ അല്ലേ?
അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ആനുകാലിക വിവരങ്ങൾ പരിശോധിക്കുക. ഒന്നാമത്തത്, ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2023 ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 5ാമത്തെ ബജറ്റായിരുന്നു എന്ന് പറയുന്നു. അതിൻ്റെ സമയദൈർഘ്യം 92 മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 3 തെറ്റ്. ഓപ്ഷൻ ബി 1 2 3 ശരി എന്ന് പറയുന്നു. ഓപ്ഷൻ സി 1 2 ശരി 3 തെറ്റ്. ആൻഡ് ഓപ്ഷൻ ഡി 1 3 ശരി 2 തെറ്റ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് 1 2 ശരി 3 തെറ്റാണ്. എന്തുകൊണ്ടാണ്? 92 മിനിറ്റ് ആണ് ദൈർഘ്യം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എത്രയാണ്? 87 മിനിറ്റ് ആണ് ദൈർഘ്യം വരുന്നത്. ഓക്കെ അല്ലേ? സോ ആൻസർ ഓപ്ഷൻ സി ആണ്. നാറ്റോയിലെ, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ 31ാമത്തെ അംഗരാജ്യം ഏതാണെന്നാണ്. ക്രൊയേഷ്യ, നോർത്ത് മാസിഡോണിയ, ഫിൻലാൻഡ്, മോണ്ടിനെഗ്രോ. ഏതാണ്? ഫിൻലാൻഡാണ് വരുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം 2025ഓടെ പണി പൂർത്തിയാകുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, ആസാം, മധ്യപ്രദേശ്, ബീഹാർ. ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ് റൈറ്റ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏവ? ഒന്നാമത്തേത്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തുന്ന ആദ്യ ചരക്കു കപ്പൽ ഷെൻഹുവ 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കപ്പലിൻ്റെ ഭാരം 4467 ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് 233.3 മീറ്റർ നീളവും അതുപോലെ തന്നെ 42 മീറ്റർ വീതിയുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്? ആദ്യത്തെ ചരക്ക് കപ്പൽ ഷെൻഹുവ 7 ആണോ? 7 അല്ല, പകരം ഷെൻഹുവ 15 ആണ്, 15 വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കിവിടെ റോങ് ആയിട്ട് വരുന്നത്. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. 2023 മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലേറിയ പാർട്ടി സൊറാം പീപ്പിൾസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2, സൊറാം പീപ്പിൾസ് മൂവ്മെൻറ്റ് അധികാരത്തിലെത്തിയത് 36 വർഷം മാറി ഭരിച്ച കോൺഗ്രസിനെയും മിസോ നാഷണൽ ഫ്രണ്ടിനെയും പുറന്തള്ളിക്കൊണ്ടാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ ഈ 2 പ്രസ്താവനയും? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 2 തെറ്റ്. ഓപ്ഷൻ ബി 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ സി 1 2 ശരി. അതുപോലെ ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഇതിൽ ഏതൊക്കെ പ്രസ്താവനയാണ് ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. 2023 മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ ഏറിയ പാർട്ടിയാണോ സൊറാം പീപ്പിൾസ് മൂവ്മെൻറ്റ്? മണിപ്പൂർ അല്ല, മിസോറാം ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആയിട്ടുള്ളതാണ്. അപ്പം 1 തെറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. 2ാം പിണറായി സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? 2024 ജനുവരിയിൽ ചുമതലയേറ്റത്. ശ്രീ പി രാജീവ്, ശ്രീ സജി ചെറിയാൻ, ശ്രീ പി ഐ മുഹമ്മദ് റിയാസ്, ശ്രീ വി ശിവൻകുട്ടി. ഏതാണ്? ശ്രീ സജി ചെറിയാനാണ് 2ാം പിണറായി സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ വേദ ഘടികാരം നിലവിൽ വരുന്നത് ഉജ്ജയിനി, കനൗജ്, ഗ്വാളിയർ, പുഷ്കർ. എവിടെയാണ്? ഉജ്ജയിനിയിലാണ് ആദ്യ വേദ ഘടികാരം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, അർബുദ ബാധിതർക്ക് ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണെന്നാണ്. നീതി ഫോർ സ്റ്റേറ്റ്സ്, നീതിയുടെ ഉറപ്പ്, നീതി മെഡിക്കൽ സ്കീം, നീതിധാര. ഏതാണ്? നീതി മെഡിക്കൽ സ്കീമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 2024 ഏപ്രിലിലെ കണക്ക് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ ഏവ? 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം റഷ്യ, 3ാം സ്ഥാനം ചൈന, 4ാം സ്ഥാനം ഇന്ത്യ. ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇവയെല്ലാം. ഓപ്ഷൻ ബി 1 2 3, ഓപ്ഷൻ സി 1 4, ഓപ്ഷൻ ഡി 1 3. ശരിയായ ജോഡികളാണ്. ഒന്നാമത്തേത് ശരിയാണോ? 1ാം സ്ഥാനം അമേരിക്കയാണ് അല്ലേ? സോ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2ാം സ്ഥാനം റഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2ാം സ്ഥാനം റഷ്യക്കല്ല, ചൈനയ്ക്കാണ്. 3ാം സ്ഥാനം അതുപോലെ 3ാം സ്ഥാനം ചൈനയ്ക്കല്ല, റഷ്യക്കാണ്. സോ 2ഉം 3ഉം മാറിയിട്ടാണ് കിടക്കുന്നത്. 4ാം സ്ഥാനം ഇന്ത്യക്കാണ്. സോ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. പോർച്ചുഗലിലെ ഫൻഡാസ്പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 44ാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുരാജ് വെഞ്ഞാറമൂട്, ടൊവിനോ തോമസ്, സൗബിൻ ഇന്ദ്രൻസ്. ആരാണ്? ടൊവിനോ തോമസിനാണ്
പോർച്ചുഗലിലെ ഫന്റാസ്പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 44ാമത് എഡിഷനിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അദൃശ്യജാലകങ്ങളിലെ അഭിനയ മികവിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 2024 സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര മേളയായ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഇടുക്കിയിലെ വാഗമണ്ണിൽ, വർക്കലയിൽ, മാനന്തവാടിയിൽ, കോഴിക്കോട്ടെ, കോടഞ്ചേരിയിൽ. ഈ സ്ഥലങ്ങളിലൊക്കെ പല ഐറ്റംസ് അതായത് നടക്കുന്നുണ്ട്. സോ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര മേളയായ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ്. കയാക്കിംഗ് എവിടെയാണ്? കോഴിക്കോട്ടെ കോടഞ്ചേരിയിലാണ് നടക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച 12ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ ബസവണ്ണ, ബി രാമാനുജ, സി ഹേമചന്ദ്ര, ഡി ശങ്കരാചാര്യ. 2024 ജനുവരിയിൽ കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച 12ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബസവണ്ണയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏത്? നമ്മൾ മാത്സിലേക്ക് കിടക്കുകയാണ്. മാത്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. നിങ്ങൾ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. സോ എല്ലാ പ്രോബ്ലത്തിൻ്റെയും നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? 0 ആണ് അല്ലേ? സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 2, 8 2/3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3/25, 2/26, 2/25, അതുപോലെ 3/26. ഇതിനെ വിഷമ ഭിന്നത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ വരുന്നത് 3/26 ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 17% 85 ആണ്. അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 85 ഡിവൈഡഡ് ബൈ 15 × 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ആൻസർ വരുന്നത് 500 ആണ്. ഓക്കെ അല്ലേ? ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുടക്കുമുതലാണ് എങ്കിൽ ലാഭശതമാനം എത്രയാണ് എന്നാണ്. 33 1/3%, 20%, 25%, 40%. അതായത് 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായിട്ട് കിട്ടിയത് 11 സാധനങ്ങളുടെ മുതലാണ്. സോ ലാഭശതമാനം എന്ന് പറയുന്നത് 25% ആയിരിക്കും. അടുത്ത ചോദ്യം, 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ എത്രയാണ് എന്നാണ്. ഓപ്ഷൻ എ 250, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 300 ആൻഡ് ഓപ്ഷൻ ഡി 225. ഏതായിരിക്കും? 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. PNR ഡിവൈഡഡ് ബൈ 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ആൻസർ ഈസ് 200. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 1/2 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 12.5 മിനിറ്റ്, ഓപ്ഷൻ ബി 15.5 മിനിറ്റ്, ഓപ്ഷൻ സി 17.5 മിനിറ്റ്, ഓപ്ഷൻ ഡി 18.5 മിനിറ്റ്. നമുക്ക് ആൻസർ വരുന്നത് 17.5 മിനിറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 4 + 4 + 4 ഹരിക്കണം 4 ഡിവൈഡഡ് ബൈ 2 ഹരിക്കണം 2 ഇൻറ്റു 2 + 2 - 2. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ വരുന്നത് 3/2 ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അതായത് ആഡ് ചെയ്യുക, ഹരിക്കുക. ഇത് ബോർഡ് മാസ് രീതിയിൽ മുകളിലും താഴെയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാനേ കണ്ടെത്തുക. 16/10, 5/18, 1 3/5, 8/5. ഏതാണ് ഒറ്റയെന്ന് പറയുന്നത്? 5/8 ആണ് കേട്ടോ. ഒരു കുടുംബത്തിൽ മുത്തശ്ശി, അച്ഛൻ, അമ്മ, 4 ആൺമക്കൾ, അവരുടെ ഭാര്യമാർ, ഓരോ ആൺമക്കൾക്കും ഒരു മകനും ഒരു മകളുമുണ്ട് എങ്കിൽ ആകെ സ്ത്രീകളുടെ എണ്ണം എത്ര എന്നാണ്. 6, 4, 8, 10. ഒരു കുടുംബത്തിൽ മുത്തശ്ശി, അതുപോലെ അമ്മ, പിന്നെ ആൺമക്കളുടെ ഭാര്യമാർ, അപ്പോൾ 4 പേര്, അതുപോലെ തന്നെ അവരുടെ എല്ലാം 4 മക്കൾ, പെൺമക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, എല്ലാവർക്കും ഓരോ പെൺകുട്ടികളുണ്ട്. സോ ആൻസർ എല്ലാവരും കൂട്ടുമ്പോൾ നമുക്ക് 10 ആണ് ആൻസർ വരുന്നത്. നിഘണ്ടു ക്രമത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് രണ്ടാമതായി വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡോഗ്, ഡിഗ്, ഡ്രസ്സ്, ഡള്ള്, ഡോള്. ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഡോഗ്, ഡിഗ്, ഡ്രസ്സ്, ഡോൾ എന്നാണ്. ഒന്നാമത് ഇതിൽ വരുന്നത് ഡിഗ് ആണ്. 2 അതുപോലെ ഡോഗ് വരും.
3 ഡോൾ, 4 അതുപോലെ തന്നെ ഡ്രസ്സ്, 5 ഡള്ളാണ്. സോ ഇവിടെ രണ്ടാമതായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡോഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഓൾഡ് ആർ യു? ദിസ് സെൻറ്റൻസ് ഈസ് ഡാഷ്. ഇമ്പറേറ്റീവ്, ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഏതാണ് വരുന്നത്? ഹൗ ഓൾഡ് ആർ യു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ടീച്ചിങ് ഈസ് എ ഡാഷ് പ്രൊഫഷൻ. റെസ്പെക്റ്റബിൾ, റെസ്പെക്റ്റീവ്, റെസ്പെക്ട്ഫുൾ ആൻഡ് റെസ്പെക്ട്ഫുള്ളി. ഏതാണ്? റെസ്പെക്റ്റബിൾ ആണ്. ടീച്ചിങ് ഈസ് എ റെസ്പെക്റ്റബിൾ പ്രൊഫഷൻ. സോ ആൻസർ ഈസ് എ. അടുത്തത് ദ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് യൂസ്ഡ് ബൈ ചോസർ. അത് നമുക്ക് PQRS എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള അതിന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ദ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ദാറ്റ് Q എന്ന് പറഞ്ഞത് 3, 6 പറയുന്നത് വി നോട്ട് ടുഡേ ബിഗാൻ ആസ്. അതുപോലെ എസ് പറയുന്നത് ഇൻ ദി 14th century എന്നാണ്. ഇതിൽ QPRS എന്ന് പറഞ്ഞിട്ടുണ്ട്, SPRQ, അതുപോലെ QRPS, അടുത്തത് RQPS. ആൻസർ വരുന്നത് QRPS ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. യു ആർ വെരി arrogant. ഇറ്റ് ഈസ് high time you dash that you are not the most important person in the world. Have been realized and realizing, realize. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, റിയലൈസ്ഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഐഡിയൽ ഈസ് എ ഓർ ആൻ ഡാഷ് ഓഫ് ഐഡിയൽ. ഏതാണ് ആൻസർ വരുന്നത്? ഹോമോഫോൺ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. റൈറ്റ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ്, മോൺസ്റ്റർ, എ വില്ലൻ, എ സെയിൻറ്റ്, എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ഏതാണ്? എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് അല്ലേ എ ബിഗ് ബഗ് എന്ന് പറയുന്നത്. അടുത്തത് ദ ഫിയർ ഓഫ് ബീസ് ഓർ ബീ സ്റ്റിങ്സ് ഇൻ കോമൺലി നോൺ ആസ് മെലിസോഫോബിയ, പോറിമോണിയ, ലിഗോഫോബിയ ആൻഡ് മ്യൂസോഫോബിയ. ഏതാണ്? മെലിസോഫോബിയാണ്. ഫിയർ ഓഫ് ബീസ് ഓർ ബീ പറയുന്നത് എന്താണ്? മെലിസോഫോബിയ. സോ ഓപ്ഷൻ എ ആണ്. റൈറ്റ് ദി ആൻറ്റോണിം ഓഫ് ദി വേർഡ് സ്കേഴ്സ് ഈസ്. ഏതാണ്? ഡെഫിഷ്യൻറ്റ്, സ്കാൻഡ്, അബണ്ടൻറ്റ്, ഇൻസഫിഷ്യൻറ്റ്. ആൻറ്റോണിം, സ്കേഴ്സിൻ്റെ ആൻറ്റോണിം ഏതാണ്? അബണ്ടൻ്റ് ആണ് അല്ലേ? ഫൈൻഡ് ഔട്ട് ദി വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. വാക്കം, അതായത് ഒരു സി W വരുന്നുണ്ട്. രണ്ടാമത്തേത് വാക്കം 2 C 1 U. പിന്നെ വാക്കം ഒരു സിയും ഒരു യുവും, പിന്നെ ഒരു സി ഒരു യു ഒരു എയും, അതായത് വാക്കം ഏതാണ് വരുന്നത്? ഒരു സിയും 2 യുവും വരുന്നതാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. എ ബേർഡ് ലീവ്സ് ഇൻ എ ഹോൾ, കേജ്, നെസ്റ്റ്, സ്റ്റേബിൾ. എവിടെയാണ്? നെസ്റ്റിലാണ് അല്ലേ? സോ ഓപ്ഷൻ സി ആണ്. മലയാളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പദമേത്? അസ്വസ്ഥത, ആകാംക്ഷ, കൂപമണ്ഡൂകം, അനാവശ്യം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ആണെന്നുണ്ടെങ്കിലും മാത്സിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കുകളുടെയും നോട്ടുകൾ കൃത്യമായിട്ട് പഠിക്കാൻ നമ്മളുടെ ആപ്ലിക്കേഷനിൽ പറ്റുന്നതാണ്. +2 ലേണിംഗ് ആപ്പിൽ. ഞാൻ നോട്ട്സ് ഒന്നും പറയാത്തത് സമയം പോകുന്നത് കൊണ്ടാണ്. സോ കൃത്യമായിട്ട് നോട്ട് വായിച്ച് അതിനെ പഠിച്ചതിൻ്റെ ശേഷം ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുക. ഇംഗ്ലീഷൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഓരോ സെറ്റിലും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പദമേത്? അസ്വസ്ഥത, ആകാംക്ഷ, കൂപമണ്ഡൂകം, അനാവശ്യം. ശരിയല്ലാത്ത പദമാണ് ഏതാണ്? അനാവശ്യം എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ശരിക്കും എക്സാക്റ്റ് വരുന്നത് അനാവശ്യമാണ് അല്ലേ? സോ ആൻസർ ഈസ് ഡി ആണ് വരുന്നത്. അടുത്തത് താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത് ഏത്? മുഖ്യമന്ത്രി വികാരാധീനനായി പറഞ്ഞു. മുഖ്യമന്ത്രി വികാരം കൊണ്ട് പറഞ്ഞു. വികാരാധീനനായി മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി വികാരാധീനനായതുപോലെ പറഞ്ഞു. ഏതാണ് വരിക? മുഖ്യമന്ത്രി വികാരാധീനനായി പറഞ്ഞു. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഒറ്റപ്പദം എഴുതുക. ഗ്രഹിക്കാനുള്ള ആഗ്രഹം. ആഗ്നേയം, സ്വകീയം, ചികീർഷ, ജിഗൃഷ. ഏതാണ്? ഗ്രഹിക്കാനുള്ള ആഗ്രഹം ഏതാണ്? ജിഗൃഷയാണ് അല്ലേ? ജിഗൃക്ഷ. ഓക്കെ, അടുത്ത ചോദ്യം. വാഗ്മി എന്നതിൻ്റെ വിപരീത പദം ഏത്? വാചാലൻ, യുഗ്മി, പാമരൻ, വിഷണ്ണൻ. ഏതാണ്? വാചാലനാണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തത് എതിർലിംഗം എഴുതുക. മൂസത്ത്, കെട്ടിലമ്മ, കുഞ്ഞമ്മ, കൊച്ചമ്മ, മനയമ്മ.
എതിർലിംഗം മൂസത്തിൻ്റെത് മനയമ്മയാണ് റൈറ്റ് ആൻസർ വരുന്നത്. അതുപോലെ തളിർമേനി എന്ന പദം വിഗ്രഹിക്കുക. തളിരാകുന്ന മേനി, തളിർ പോലുള്ള മേനി, തളിരിലെ മേനി, തളിരാളുള്ള മേനി. തളിർമേനി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ തളിർ പോലുള്ള മേനി. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. തത്വമസി എന്ന പദത്തെ പിരിച്ചെഴുതുക. തത്വം പ്ലസ് മസി, തത്വം പ്ലസ് അസി, തത് പ്ലസ് ത്വം പ്ലസ് മസി, അതുപോലെ തത് പ്ലസ് ത്വം പ്ലസ് അസി. തത്വമസി ഏതാണ് വരുന്നത്? തത് പ്ലസ് ത്വം പ്ലസ് അസി ആണ് തത്വമസി. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, കുഞ്ഞുങ്ങൾ എന്ന പദത്തിൽ ചേർത്തിരിക്കുന്ന വചന പ്രത്യയം ഏത്? അൾ, ങ്ങൾ, കൾ, ഉങ്ങൾ. ഏതാണ്? കൾ ആണ് അല്ലേ? കുഞ്ഞുങ്ങൾ, കൾ, കള്ളാണ് വരുന്നത്. അടുത്ത ചോദ്യം, എതിർലിംഗം എഴുതുക. ഇല്ലോടമ്മ, ചാക്യാർ, മാടമ്പി, കൈമൾ, നായർ. ചാക്യാരാണ് അല്ലേ? ഇല്ലോടമ്മ ചാക്യാർ. അടുത്ത ചോദ്യം, വിൺ പ്ലസ് തലം അതിനെ ചേർത്തെഴുതാനാണ്. വിന്തലം, വിണ്ടലം, വിണ്ടലം, വിൺതലം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, വിണ്ടലമാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? നമുക്കപ്പം മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ 2 സെറ്റ് രണ്ടാമത്തെ ദിവസത്തെ ചോദ്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. സോ എല്ലാവരും ബ്രിസ്2 ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ചോദ്യവണ്ടീൻ്റെയൊക്കെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് ഒരു റിവിഷൻ എന്ന രീതിയിൽ ഈ ഒരു 30 ദിവസത്തെ ചോദ്യവണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും ഒക്കെ ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ളതാവുമ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബ്രിസ്2 ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക. 890 രൂപയാണ് നമുക്ക് പ്രീമിയം ചാർജ് വരുന്നത്. അതിൽ ജെഫ്സി ഡിസ്കൗണ്ട് 5 എന്ന കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.